ഇപ്പൊ നിവിൻ പോളിയുടെ ഒരു ലേറ്റസ്റ്റ് പടം ഇറങ്ങിയിട്ടുണ്ട്, സർവം മായ. അപ്പൊ അതിനകത്ത് പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ കൂടെ പ്രേതം പോരുന്നതായിട്ടാണ് ഒരു തീം. അപ്പൊ അങ്ങനെ റിയൽ ലൈഫിലും പറ്റും. വിഷ്ണുമായ ആരാധിച്ചാല് പെട്ടെന്ന് കാര്യസാധ്യം നേടും എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കാര്യസാധ്യം നേടുന്നത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ശരിക്കും പാരമ്പര്യമായിട്ട് കിട്ടിയിരുന്ന മുത്തച്ഛനും കൊണ്ടുവന്നതായിട്ടുള്ള ഒരു 150-200 വർഷത്തിന് മുമ്പ് പുള്ളി കല്ലടിങ്കോട് പോയി ആദിവാസി കുലത്തിൽ നിന്നും കല്ല് മുങ്ങി കുളിച്ച് അവിടുന്ന് കല്ല് കൊണ്ടുവന്ന് വെച്ച് ആരാധിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ കൈക്കൂലി കൊടുക്കുന്ന ചേർത്തലയിലെ ആൾക്കാർ 200 കൊണ്ടെങ്കിൽ എനിക്കൊരു ദിവസം പോകും. അതിൽ കൂടുതൽ പൈസയുടെ ആവശ്യമൊന്നുമില്ല. എനിക്കിപ്പം താങ്കളോടൊപ്പം ഇങ്ങനെ ഇരിക്കാൻ പേടിയുണ്ട്. കാര്യം കയ്യിൽ നിറച്ച് മോതിരങ്ങള്, കഴുത്തിൽ കുറെ മാലയുണ്ട്. അത് പ്രേതബാധ ഒഴിവൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മളിലോട്ട് എങ്ങാനും വരുമോ? ചാലക്കുടി ഭാഗത്ത് മഠത്തിലേക്ക് ക്ഷണിച്ചായിരുന്നു. മാസം 2 ലക്ഷം രൂപ തരാം. പ്രേതബാധ ഒഴിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരാളായിട്ട് അവിടെ ഇരുന്നാൽ മതി. അവര് ഒരു പ്രേതബാധയ്ക്ക് ചിലപ്പോൾ 1.5-2 ലക്ഷം രൂപ മേടിക്കും. പ്രേതം എന്ന് വെച്ചാൽ ഒരാളുടെ ശരീരം മരണപ്പെട്ട് മരച്ചു കിടക്കുന്ന. അപ്പൊ ഈ ആത്മാവിന് ശക്തി ഉണ്ടോ ഒരാളെ നിയന്ത്രിക്കാനുള്ള? ഇപ്പൊ അഖിലിന്റെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അഖിലിന് ചിലപ്പോൾ 60 കിലോ വെയിറ്റ് ഉണ്ടാവും. അഖിലിന് ചിലപ്പോൾ ഒരാൾ പിടിച്ചാൽ നിൽക്കുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു ബാധിച്ചിരിക്കുന്ന ആത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മട്ടുമ്മൽ ദേവസ്ഥാന മഠാധിപതി ശ്രീ സുജിത്ത് ആശാനാണ്. ആശാനെ, നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ആശാനെ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും, ഇൻസ്റ്റഗ്രാം നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും എല്ലാം ആശാന്റെ മുഖമാണ്. വിഷ്ണുമായ സ്വാമി ഇതിനെക്കുറിച്ചാണ് കൂടുതലും ആശാൻ പറയുന്നത്. അല്ലെങ്കിൽ ആശാന്റെ മഠമുള്ളത് വിഷ്ണുമായ മഠമാണ്. ഇപ്പം ഞാൻ വിഷ്ണുമായനെ പറ്റി കേട്ടിട്ടുള്ള ഏകദേശം ഒരു വർഷമായി കാണും. വിഷ്ണുമായ സ്വാമിനെ പറ്റി കേൾക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിയുന്നതും. എന്താണ് വിഷ്ണുമായ സ്വാമി? നമ്മുടെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ എല്ലാവരും അറിയപ്പെടുന്നത് ശിവപാർവതി പുത്രൻ എന്ന് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. ശിവപാർവതി പുത്രൻ കോളിഭാഗ ആദിവാസി സ്ത്രീയിൽ ജനിച്ചു എന്നുള്ളൊരു, അതായത് അത് ബ്രാഹ്മണപരമായിട്ട് കെട്ടിയെടുത്തൊരു കഥയാണ്. അതായത് ശരിക്കും അതല്ല, ആദിവാസിപരമായിട്ട് ആ കുലത്തില് ആ വെച്ചാരാധനപരമായിട്ടുള്ള ഒരു മൂർത്തി, കാളിപരമായിട്ട് ഉള്ള മൂർത്തി, കാളിയുടെ കൂടെയുള്ള ചാത്തൻ. ഇത് പഴയ കാലഘട്ടത്തിൽ ഇത് പഞ്ചുരുളി എന്നൊക്കെ പറയുന്ന പോലെ, പഞ്ചുരുളി കേട്ടിട്ടുണ്ടാവും, 5 മൂർത്തികളാണത്. അന്നേരം ആ മൂർത്തികളെ ഇവർ വിലക്ക്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത ജാതിയിലുള്ള ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഗണപതിനെ കൊടുത്ത് മേടിച്ചാണ്. പെരുങ്ങോട്ടുമനയും ഇതൊക്കെ കേട്ടിട്ടില്ലേ? അന്നേരം ഈ ഗണപതിനെ കൊടുത്തിട്ട് പണ്ട് മുട്ട കൊടുത്ത് കപ്പ മേടിക്കാന്ന് പറഞ്ഞ പോലെ ഇത് കൊടുത്തിട്ട് മേടിച്ച് അവർ വെച്ചിട്ട് അവിടെ വലിയ മണങ്ങളൊക്കെ ആക്കി വെച്ചാരാധനപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. അന്നേരം ശിവനും പാർവതിക്കും കൂളിഭാഗ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയെ കണ്ടു മോഹിച്ച് അതിൽ ആദിവാസിപരമായിട്ട് ഒരു കുട്ടി ജനിച്ചു, കാട്ടിലൂടെ നടന്നു. അതിലൂടെ നാരദമുനി കാണുകയും അത് അച്ഛൻ്റെ അടുക്കലേക്ക് ശിവസന്നിധിയിലേക്ക് ചെല്ലി അവിടെ തടഞ്ഞു വെക്കുകയും ചെയ്യും. അതിനെ പുറത്തേക്ക് മാറി പുള്ളി മഹാവിഷ്ണുവിൻ്റെ വേഷം ധരിച്ചകത്ത് കയറുകയും ചെല്ലി അച്ഛന് മനസ്സിലാവുകയും പോരാൻ നേരത്ത് മുൻഷീവാഹനായിട്ടുള്ള പോത്തിനെ കൊടുത്തു വിടുകയും ചെയ്യുന്നുണ്ട്. അന്നേരം എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു കിട്ടുമെന്നുള്ള അത് ഒരു വരമുണ്ട്. എന്ത് കാര്യം നമ്മൾ എന്ത് പരമായിട്ടുള്ള വിഷയങ്ങൾ എടുത്താലും അതിന് കാര്യസാധ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. സ്പീഡ്, എല്ലാവർക്കും സ്പീഡിൽ നടക്കണമെന്ന് പറയാം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ബ്രാഹ്മണന്മാരെ വിഷ്ണുമായ ആരാധിക്കാത്തത്? ബ്രാഹ്മണന്മാര് ആചരിക്കാത്തതിന്റെ കാര്യം, അതായത് തൊട്ടലും നീണ്ടലും എന്ന് പറഞ്ഞ പോലെ അവർ ഉന്നത പദവിയിലിരിക്കുന്ന, അവർക്ക് കീഴ് സമുദായപരമായിട്ടുള്ള ആചാരങ്ങൾ ഇവർക്ക് അത് പൊക്കി പിടിച്ചിട്ട് പോകാൻ. പക്ഷെ കാര്യസാധ്യത്തിന് വേണ്ടി ഇവിടെ ആരാധിച്ചിരുന്നു, രഹസ്യമായിട്ട് ആചരിച്ചിരുന്നു ഇവര്. അതിനെ മാത്രമല്ല, അതിനകത്ത് കാളി എന്ന് പറയുന്ന കല്ലിൽ വെച്ചിരുന്ന കാളി എന്ന് പറയുന്ന മൂർത്തിക്ക് ഭാവങ്ങൾ കൊടുത്തതാരാ? കൈകൾ കൊടുത്തതും ഭാവങ്ങൾ കൊടുത്തതും ഈ ബ്രാഹ്മണര് തന്നെയാണ് കൊടുത്തത്. അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിച്ച് അതിൻ്റെതായിട്ടുള്ള നാമജപങ്ങൾ കൊണ്ടുവന്ന് ആ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. വിഷ്ണുമായ ആരാധിച്ചാൽ പെട്ടെന്ന് കാര്യസാധ്യം നേടും എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് കാര്യസാധ്യം നേടുന്നത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകും.
ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് അതിൻ്റെ ആചാരങ്ങൾ എളുപ്പമാണ്. മന്ത്രതന്ത്രങ്ങളിൽ മന്ത്രവാദത്തിൻ്റെ, അതായത് മന്ത്രം കൊണ്ട് വാദിക്കുക എന്നാ പറയുന്നത്. മന്ത്രം കൊണ്ട് വാദിച്ച് കാര്യം സാധിച്ചെടുക്കണമെന്നാണ് ബ്രാഹ്മണോട്. അന്നേരം അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം വരും. ഇപ്പോൾ ഒരു പ്രേതബാധ ഒഴിവ് വെച്ചാൽ വിഷ്ണുമായ മഠം, നമ്മൾ മട്ടുമ്മ ദേവസ്ഥാനം എന്ന് വെച്ചാൽ തന്ത്രമാണ്, ആദിവാസിപരമായിട്ടുള്ള തന്ത്രമാണ്. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞാൽ അതിനുള്ള പരിഹാരം നമുക്ക് നേരിട്ട് കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെയാണ്. അല്ലാതെ മന്ത്രോച്ചാരണ ഇല്ല അവിടെ. തന്ത്രപ്രവർത്തികൾ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങളാണ്. അവിടെ എന്തൊക്കെയാണ് അപ്പോൾ ആശാൻ ചെയ്യണത്? അതായത് നമുക്ക് ഉള്ളത് മൊത്തം ഇപ്പോൾ ഉള്ളത് 10 മൂർത്തികളാണ്. 10 മൂർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുമായ, അതായത് മുത്തിയമ്മ, കരിങ്കാളി മുത്തിയമ്മ, വിഷ്ണുമായ, കരിങ്കുട്ടി സ്വാമി, കരിനീലി, വീരഭദ്രൻ, കൊടുങ്ങല്ലൂരമ്മ, വരാഹി, അന്നേരം ഇത്ര, പിന്നെ സർപ്പം. അന്നേരം ഇത്രയും മൂർത്തികളാണ് നമുക്കുള്ളത്. ആ മൂർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പാരമ്പര്യമായിട്ട് കിട്ടിയിരുന്ന മുത്തച്ഛനും കൊണ്ടുവന്നതായിട്ടുള്ള ഒരു 150-200 വർഷത്തിന് മുമ്പ് പുള്ളി കല്ലടിങ്കോട് പോയി ആദിവാസി കുലത്തിൽ നിന്നും കല്ല് മുങ്ങിക്കുളിച്ച് അവിടുന്ന് കല്ല് കൊണ്ടുവന്ന് വെച്ച് ആരാധിച്ചിട്ടുള്ളതാണ്. അത് ഏകദേശം 150 കൊല്ലത്തോളം 150 കൊല്ലത്തോളം നമുക്ക് കണക്ക് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഞാൻ 4ാം തലമുറ. അത് പൂർവികരായിട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്ന ആരാധനാശീലം മന്ത്രദീക്ഷയല്ല, തന്ത്രദീക്ഷയാണ്. മന്ത്രവും തന്ത്രവും വ്യത്യാസമുണ്ട്. മന്ത്രദീക്ഷ എന്ന് പറയുമ്പോൾ ടൈം എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു കർമ്മങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് തുടങ്ങി അങ്ങോട്ട് പോകണം. അന്നേരം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്. പൂനൂല് ഉപനയനം എടുത്തിട്ട് പൂനൂലിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ നടക്കുകയുള്ളൂ. ഇത് അതിനേലും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രോഗപീഠ ദുരിതങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ലാത്തൊരു കാര്യമാണ്. രോഗദുരിതങ്ങൾ. നമ്മളൊരു രോഗമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഒരു ക്ഷീണമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു ബാധാവിഷയം, അതായത് നെഗറ്റീവ് എനർജിയുടെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു കാര്യം പഠനപരമായിട്ടുള്ള വിഷയങ്ങൾക്ക്, പിള്ളേരുടെ മൗഢ്യത വരുന്നതും ആ ഒരു കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ, അതായത് നമുക്ക് കർമ്മവേദിപരമായിട്ട് നമുക്ക് ആയിരക്കണക്ക് കാര്യങ്ങളവിടെ നമുക്ക് ചെയ്യാനുണ്ട്. അതായത് ചെറുതും വലുതുമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കവിടെ എല്ലാം, നമ്മൾ ഒരാൾ എത്ര ദൂരത്ത് നിന്നാണെങ്കിൽ പോലും നമുക്കിവിടെ ഇങ്ങോട്ട് നമ്മൾ മൂർത്തിക്ക് വേണ്ടി കരുതലെന്ന് പറഞ്ഞൊരു നാണയം ഒഴിഞ്ഞു വെച്ച് നമുക്ക് കർമ്മം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവർ വരാതിരിക്കാൻ പറ്റിയല്ല, അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ വരണം. ഒത്തിരി പേര് കാര്യങ്ങൾ സാധിച്ചു പോകുന്നുണ്ട്. ഒരിക്കലും പിന്നീട് അവർക്ക് ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. നമുക്ക് ഓരോരുത്തർ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവർ വീണ്ടും പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരാറുള്ളത്. ഇപ്പം എല്ലാവരും പറയാനുള്ള വിഷ്ണുമായ സ്വാമിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും, അത് ഭയങ്കര വിഷയം. അത് ഇതുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഉപനയനം എടുത്തിട്ട് ഒരു തന്ത്രിയാവും, തന്ത്രിയുടെ കീഴിൽ കുറെ ശാന്തിമാരുണ്ടാവും. ഇവർക്ക് ഹോമങ്ങളൊക്കെ വെച്ചെങ്കിൽ മാത്രമേ ഇവർക്ക്. അതെ, ഇപ്പൊ പല വിഷ്ണുമായ സ്വാമി മഠങ്ങൾ എടുത്താലും അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ എടുത്താലും അവിടെ വലിയ എമൗണ്ട് ആണ് മേടിക്കുന്നത്. അത് അതിനകത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് അത് അങ്ങനെ ആക്കിയെടുത്തത്. അല്ലാതെ നമ്മുടെ സമൂഹം തന്നെ, ഇപ്പൊ നമ്മുടെ ചേർത്തലയിൽ തന്നെ ഡോക്ടർമാർ വന്ന, ചേർത്തല ഹോസ്പിറ്റലിന് ഡോക്ടർമാർ വന്ന ഇന്നേ വരെ ചേർത്തല വിട്ടു പോവുകയല്ല. അതെന്താണെന്നറിയാവോ? ഏറ്റവും കൂടുതൽ കൈക്കൂലി കൊടുക്കുന്ന ചേർത്തലയിലെ ആൾക്കാരാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് അവന് 50,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അവൻ വീട്ടിൽ നിന്ന് നോക്കിയാൽ 2 ലക്ഷം രൂപ ഉണ്ടാക്കാം. അതെന്തുകൊണ്ടാണ്? അതിനുള്ളൊരു വഴി ഉണ്ടാക്കണോണ്ടല്ലേ. കൊടുത്തു തുടങ്ങിയാൽ കൊടുത്തു തന്നെ ഇരിക്കണം എപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ മൂർത്തിഭാവങ്ങൾക്കൊക്കെ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ വളരെ തുച്ഛമായ കാര്യങ്ങൾ മതി. വളരെ ഒരു നേരത്തെ പൂജയും കാര്യങ്ങളും നടത്തണമൊക്കെ. ആശാനപ്പോ മഠത്തില് ദക്ഷിണ വഴിക്കോ അതോ പൈസ? ദക്ഷിണ എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടി. ചോദിച്ചു വാങ്ങിക്കുന്ന ശീലമുണ്ടോ? ചോദിച്ചല്ല, അവരുടെ വിഷയത്തിന് പരിഹാരം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2,000 രൂപ 3,000 രൂപയുടെ വഴിപാടൊക്കെ കൂടുതലൊന്നും വരാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു നേരത്തെ പൂജ നടത്താനേ നമ്മൾ പറയാറുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വരുന്നതെന്ന് വെച്ചാൽ ഉന്നതന്മാരും വരാറുണ്ട്, താഴ്ന്നവരും. അതേപോലെ ചെറിയ ചടങ്ങുകൾ നടത്താനും. പിന്നെ അവിടുത്തെ പ്രേതബാധ ഒഴിവിനും മാത്രം നമുക്കൊരു റേറ്റ് വരുന്നുണ്ട്. 25,000 രൂപ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതാണ് അവിടുത്തെ. അത് ശരിക്കും പുറത്ത് 2-2.5 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. ഈ മേടിക്കുന്ന പണമൊക്കെ ഇപ്പം ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഈ മേടിക്കുന്ന ദക്ഷിണ അല്ലെങ്കിൽ ഇതേപോലെ പോകുന്നതിന്റെ പണമൊക്കെ ഇപ്പൊ ആശാൻ വേറെന്തെങ്കിലും നല്ല പ്രവൃത്തികൾക്ക് ഉപയോഗിക്കും? അതിനുവേണ്ടി സേവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു ട്രസ്റ്റായിട്ടൊരു മഠം വരാനായിട്ട്, അത് ഇപ്പം മൂലസ്ഥാനമായിട്ട് നിൽക്കുന്ന, അത് കുടുംബപരമായിട്ട് നിൽക്കുന്ന മൂർത്തിനെ നമുക്ക് വേറൊരു പാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അന്നേരം അത് നമ്മൾ പല പാട്ടിൽ നിന്ന് മൂർത്തികളെ കൊണ്ടുവന്ന് ഒഴിവ് നടക്കുന്ന സ്ഥലമാണത്. അതിനി ഒഴിവ് കൂടുന്നതനുസരിച്ച് അവിടെ വലിപ്പം കൂട്ടേണ്ടി വരും. വലിപ്പം കൂട്ടാനുള്ള സാഹചര്യം അവിടെ കുറവാണ്. അന്നേരം അത് കാരണം നമുക്ക് വേറൊരു സ്പേസ് കണ്ടെത്തിയിട്ട് ഈ വരുന്ന അതിൻ്റെ ഒരു വിഹിതം ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. അതായത് സേവനപരമായിട്ടുള്ളത് ഒരു ട്രസ്റ്റ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായത് 2026 ഒരു ട്രസ്റ്റിൻ്റെ തറക്കൽ ഇടാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും മോഹവും. ഇപ്പൊ ആശാൻ പറയുണ്ടായി ഒരു ട്രസ്റ്റ് തുടങ്ങണമെന്ന്. അപ്പൊ ഈ ട്രസ്റ്റ് കൊണ്ട് ആശാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരുപാട് ട്രസ്റ്റുകളും ഒരുപാട് മഠങ്ങളും ഒക്കെ ഉണ്ട്. ഈ കൂടുതലും അവരുടെ സ്വകാര്യപരമായിട്ടുള്ള സാമ്പത്തിക ഇടപാടും അവരുടെ സ്വന്തം കാര്യങ്ങളും കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നതും എൻ്റെ ഒരു ആഗ്രഹങ്ങളും ഇതാണ്. അതായത് ജനങ്ങൾക്ക് 10 പേർക്കെങ്കിലും 10 പേർക്ക്, അതായത് നമ്മുടെ കുടുംബത്തിൽ ഞാൻ ഒരുപാട് കുടുംബ വിഷയങ്ങൾ എടുക്കാറുള്ള ഒരാളാണ്. അന്നേരം കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അതായത് നോക്കാനില്ലാത്തതായിട്ടുള്ള 10 പേർക്ക്. ഞാൻ ഒരുപാട് ആളെയൊന്നും കൂട്ടുന്നില്ല. 10 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സഹായിക്കാനും സഹകരിക്കാനും ആയിട്ട് ആൾ വന്ന 10-ന് 100 പേരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അത് വേറൊരു ഇത്. അന്നേരം ആ 10 പേരാ അമ്മമാർക്ക് വേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് താമസ സൗകര്യം, അവരുടെ ഭക്ഷണം, അവരുടെ മരുന്ന്, അവർക്ക് വേണ്ട നല്ലൊരു അന്തരീക്ഷപരമായിട്ടുള്ള താമസം, അത് ഈ മഠവുമായിട്ട് ഇപ്പോഴത്തെ ഉള്ള മഠമല്ല, വേറെ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മഠവും. അതിനോടുകൂടി 10 പിള്ളേർ അനാഥപരമായിട്ടുള്ള അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതും ആരും നോക്കാനില്ലാത്തവർക്ക് ഉന്നത പഠനപരമായിട്ട്, അതായത് കൊച്ചു പിള്ളേരാണെങ്കിൽ അവരെ വളർത്തി വലുതാക്കി ഉന്നത പഠനപരമായിട്ടുള്ള 10 പിള്ളേർക്കും അത് വളർന്നു വന്ന നമ്മുടെ ട്രസ്റ്റിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാത്ത പക്ഷം അവർക്ക് പുറത്തേക്ക് പോയി പഠിച്ചിട്ട് അവരുടെ കുടുംബജീവിതപരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം. പിന്നെ ചേർത്തലേക്ക് ഒരു ഫ്രീ ആംബുലൻസ്, പൈസ ഇല്ലാത്തവർക്ക് ഒരു അത്യാവശ്യം പോകാനുള്ള സംവിധാനങ്ങൾ, മെഡിസിൻ. ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്ന ഒരു സാധനം മെഡിസിൻ. അത് ട്രസ്റ്റ് വഴിയിലേക്ക് കുറച്ച് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൂടെ ഉണ്ട്. അത് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റക്ക് കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും അറിഞ്ഞു നിന്നാൽ അത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മതപരമായിട്ടുള്ള വിശ്വാസികളും അതിന് ചെയ്യാൻ കഴിവുള്ളവരുമുണ്ട്. ഞാനിപ്പോൾ പല മഠങ്ങളിലും പോയിട്ട് അനുഭവങ്ങൾ വളരെ മോശമായിട്ടുള്ള എല്ലാവരും റീല് ചെയ്യുന്നുണ്ട്. എനിക്ക് മഠത്തിൽ ഇന്ന പോലെ സംഭവിക്കും, കാശ് വേണം, എല്ലാവർക്കും ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്നതുണ്ടാകും, അഭിവൃദ്ധിപ്പെടും. അതൊക്കെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത്. കിട്ടുന്നതൊന്നും കൃത്യമായിട്ട് അവർക്ക് ചെലവഴിക്കാൻ പറ്റുന്നില്ല, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ മാത്രം അത്രേ പറ്റുള്ളൂ. ഇത് എന്നെ സംബന്ധിച്ച് ഒരു 200 രൂപ ഉണ്ടെങ്കിൽ എനിക്കൊരു ദിവസം പോകും. അതിൽ കൂടുതൽ പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ട് വരെ എനിക്ക് ദക്ഷിണയിൽ തരുന്നൊരു മുണ്ടാണ്. അന്നേരം ഞാനത് പ്രത്യേകിച്ചൊരു മുണ്ട് മേടിക്കേണ്ട പോലും ആവശ്യമില്ലാത്ത. അല്ല, ഞാൻ കുറച്ചു മുമ്പ് ചോദിക്കണ്ടായി ആശാൻ പൈസ വാങ്ങിക്കുമെന്ന് ചോദിക്കണ്ടായി. ഞാനത് ചോദിക്കാൻ കാര്യം തന്നെ, നമ്മളവിടെ മഠത്തിൽ നേരിട്ട് വന്ന സമയത്ത്, അതായത് ഇന്റർവ്യൂവിന് ക്ഷണിക്കാൻ വന്ന സമയത്ത് ഒരു സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ചികിത്സാ സഹായം കൊടുക്കുന്നതായിട്ട് നമ്മളത് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പൈസ വാങ്ങിക്കുന്നുണ്ടോ, മേടിക്കുന്ന പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ പല ക്ലബ്ബുകളിലും, ഇപ്പൊ അവിടെ പേരുകേട്ട ക്ലബ്ബുകളൊക്കെ ഉണ്ട്, അതിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. അന്നേരം പാർട്ടിപരമായിട്ടാണെങ്കിലും
ഞാൻ സഹായം കൊടുക്കുമായിരുന്നു. ക്ലബ്ബുകൾക്ക് ഇതേപോലെയുള്ള പഠന പുസ്തകങ്ങളും മത്സരങ്ങൾ, ഓണത്തിനൊക്കെ മത്സരങ്ങൾ വരുമ്പോൾ അന്ന് ഞാൻ മടയില്ലായിരുന്നു. അന്ന് എനിക്ക് കോൺട്രാക്ട് അന്ന് തൊട്ടും ഇന്ന് ഈ സമയം വരെയാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ മോശമായിട്ടുള്ള ഒരു അവസ്ഥക്ക് നമ്മൾ കൊടുക്കാറില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പണം കുറേ നോട്ടുകൾ കൂട്ടി വെച്ചാൽ അത് പേപ്പറാണ്. അത് ചെല്ലേണ്ട സ്ഥലത്ത് ചെന്നെങ്കിൽ മാത്രമേ അതിന് മൂല്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ മൂല്യങ്ങളാണ് ശരിക്കും കാര്യസാധ്യമായിട്ട് വരുന്നത്. നമ്മൾ പറയില്ല നമുക്ക് കാര്യസാധ്യം നടന്നു. അന്നേരം ആ കാര്യസാധ്യം നടക്കുമ്പോൾ അവർ സന്തോഷത്തോടു കൂടി വരുന്ന ഒരു തുക ചിലപ്പോൾ 5 പേർക്ക് ഒരു വഴിത്തിരിവാകും. ഇപ്പോൾ വലിയ ഉന്നത മഠങ്ങൾ വന്ന് അവർ ബെൻസ് കയറാൻ നടക്കുന്നു. ഇപ്പം എന്നെ വിമർശിച്ച് പല മഠങ്ങളും റീലിടുന്നുണ്ട്. ഞാൻ വായടക്കണമെന്നാണ് പറയുന്നത്. ഞാൻ മിണ്ടാതെ നിൽക്കണം. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വായടപ്പിക്കുന്നത്? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ അതായത് നല്ല മരത്തിനെ ഒരിക്കലും നിലനിർത്തത്തില്ല. വളഞ്ഞു നിൽക്കുന്ന മരത്തെ, അതായത് കള്ളത്തരം കാണിച്ച് കുറേ പൈസ ഉണ്ടാക്കി അവർ ഞാൻ പറയുമ്പോൾ പല ഇതിലേക്ക് പോകും. അങ്ങനെ പല രീതിയിലും നമ്മളെ ചൂഷണം ചെയ്ത് നമ്മൾ സത്യാവസ്ഥ, അതായത് സാധാരണക്കാർക്കും ഇപ്പോൾ കാളിയാർ നമ്മുടെ ചേർത്തല വെച്ചാൽ മട്ടുമ്മൽ ദേവസ്ഥാനം, കാളിയാർ മഠം, അങ്ങനെ അരൂരാണെന്നുണ്ടെങ്കിൽ ദേവർ മഠം, അങ്ങനെ പെരുങ്ങോട്ടുമന, അങ്ങനെ ഒത്തിരി മഠങ്ങൾ നമുക്കറിയാം. ഈ മഠങ്ങളൊക്കെ അതിലൊക്കെ ഏറ്റവും താഴത്തെ ഇത് കിടക്കണം, ലോയിലാണ് കിടക്കണം. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം, ഇപ്പൊ കൂണ് പോലെ മഠങ്ങൾ പൊങ്ങി വരുവാണ്. ഇതെല്ലാം സാമ്പത്തികം കണ്ടന്റ് മാത്രമാണ്. സാമ്പത്തികം കണ്ടന്റ് തന്നെ ചെയ്യുന്നതായിട്ടുള്ള മഠങ്ങളുണ്ട്, കഴിവുള്ളവരും ഉണ്ട്. കഴിവുള്ളവനെ ഒരിക്കലും ഉയർത്തത്തില്ല. കഴിവുള്ളവനെ എന്താ ഉയർത്താത്തതിന്റെ കാര്യം? അവർക്ക് വേദികൾ കിട്ടാറില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു വേദികളിൽ വന്നെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ വലിയ നമ്മുടെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ആഡംബരങ്ങൾ കണ്ടുപോകുക എന്നുള്ളതാണ്. ആഡംബരങ്ങൾ കണ്ടുപോയി അവരുടെ ധനങ്ങൾ നഷ്ടപ്പെട്ട് ഒത്തിരി പേരെൻ്റെ അടുക്കൽ വരാറുണ്ട്. ലക്ഷങ്ങൾ കൊടുത്തിട്ട് പൊത്തി നിൽക്കുന്ന ഒത്തിരി നിരവധി പേരുടെ നിന്നും 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ വെച്ച് മേടിച്ചിട്ട് ഒന്നുമില്ല. പറ്റിക്കപ്പെട്ടവരുണ്ടല്ലോ ഒരുപാട്. ഞാൻ സ്ഥിരം കേൾക്കണം, സ്വാമി എൻ്റെ കയ്യിൽ എന്നെ സ്വാമി എന്ന് വിളിക്കാറുണ്ട്, ചേട്ടാന്ന് വിളിക്കാറുണ്ട്, ആശാനെന്ന് വിളിക്കാറുണ്ട്. ഞാൻ എന്ത് പേരിലും ഞാൻ തയ്യാറാക്കി കേൾക്കാം. ഈ ആശാൻ എന്നാരാ പേരിട്ടോ? ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെക്കാനിക്ക് പരമായിട്ട് ഞാനൊരു 15 വർഷത്തോളം നിന്നിട്ടുണ്ട്. പല മേഖലകളിലും ഞാൻ പോയിട്ടുണ്ട്. ഒരു മേഖലയിൽ തന്നെ അല്ല, എല്ലാ മേഖലകളിലും പോയെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ 2001 കാലഘട്ടം തൊട്ട് ഈ മഠത്തിനെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി. അവിടെ തുടങ്ങിയിട്ട് ഇതെനിക്ക് ശരിക്കും ഒരു മഠം കൊണ്ടുവരണമെന്നൊന്നും എനിക്ക് ശരിക്കും താല്പര്യമൊന്നും ഉണ്ടായിരുന്നതല്ല. എന്നുവെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വന്തം കാര്യങ്ങൾ മാത്രം ഡയറക്ഷൻ ചെയ്യുക എന്നുള്ള. പക്ഷെ അവിടെ വരുന്ന ഓരോരുത്തരും വന്ന് അവരുടെ കാര്യങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ട് കാര്യസാധ്യം മാത്രമേ അവർക്കുള്ളൂ. അന്നേരം കാര്യസാധ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇത്ര ദിവസത്തിനുള്ളിൽ മാറ്റണമെന്നുണ്ട്, മാറ്റി സ്ഥാപിക്കണമെന്നുണ്ട്. പിന്നെ അത് 1, 10 100 1000 പിന്നെ എനിക്ക് നിലത്തിരിക്കാൻ നേരം വേറെ എൻ്റെ സ്വന്തം കാര്യത്തിന് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോവാം. ഇപ്പോഴും എൻ്റെ ഫോണ് ഓരോ മിനിറ്റ് പോലും ശബ്ദിക്കാതിരിക്കണല്ലോ, ഏത് സമയം ശബ്ദിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ആശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേതബാധ ഒഴിപ്പിക്കൽ. അപ്പൊ എനിക്കിപ്പം താങ്കളോടൊപ്പം ഇങ്ങനെ ഇരിക്കാൻ പേടിയുണ്ട്. കാര്യം കയ്യിൽ നിറച്ച് മോതിരങ്ങള്, കഴുത്തിൽ കുറെ മാലയുണ്ട്. അത് പ്രേതബാധ ഒഴിവൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മളിലോട്ട് എങ്ങാനും വരുമോ? അതായത് നമ്മളോരോ ഭാവങ്ങളെന്ന് പറയാനോ ഇത്ര മൂർത്തികൾ കൈകാര്യം ചെയ്യുന്നതും ഈ ലോഹങ്ങളിലാണ് നമുക്ക് ഒഴിപ്പിക്കാൻ സുഖം. അതിനെല്ലാവരും ഓർക്കും നമ്മൾ കയ്യിലൊക്കെ നിറച്ചിട്ടിരിക്കുന്നത് ആഡംബരമാണ്, ഇതുകൊണ്ട് അല്ല. കർമ്മവേദിപരമായിട്ട് ഞങ്ങൾക്ക് ഇത് ആവശ്യമാണ്, ഇത്ര സാധനം ആവശ്യമാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ പ്രശ്നങ്ങൾ 4-ാം വേദം കഴിഞ്ഞിട്ട് വരുന്നതും 4-ാം വേദത്തിൽ കെട്ടുവന്നിരിക്കുന്നതും ധനപരമായിട്ടുള്ള ബന്ധനവും മൈൻഡ് ഔട്ടായി വരുന്ന പ്രേതബാധാപരമായിട്ടുള്ളതും വയലൻ്റ് ആയിട്ട് വന്നവരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൈ കൊണ്ട് നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ. ചിലപ്പോൾ 2 കൈ കൊണ്ട് പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് ആവാഹിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഇത്ര സാധനം വേണം. എല്ലാവരും ഓർക്കും ഷോയ്ക്ക് ഇട്ടിരിക്കുന്നതാണ്, അവൻ്റെ അഹങ്കാരം കാശ് കിട്ടി. ഇതല്ല, എനിക്ക് ആ മഠത്തിൻ്റെ വരുമാനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള സോഴ്സ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ജീവിക്കാനുള്ള കൂടുതൽ മുതലും കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും പറയാറുണ്ട് ഇതുകൊണ്ടിട്ട് ജീവിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഘോരഘോരം ബാധിക്കുന്നത്. പൈസ ഉണ്ടാക്കണമെങ്കിൽ സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാം, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നെ മഠം തുടങ്ങിയ ആ സമയത്ത് ചാലക്കുടി ഭാഗത്ത് മഠത്തിലേക്ക് ക്ഷണിച്ചായിരുന്നു. മാസം 2 ലക്ഷം രൂപ തരാം. പ്രേതബാധ ഒഴിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. ഒരാളായിട്ട് അവിടെ ഇരുന്നാൽ മതി. അവര് ഒരു പ്രേതബാധയ്ക്ക് ചിലപ്പോൾ 1.5-2 ലക്ഷം രൂപ മേടിക്കും. ചിലപ്പോൾ അവര് 10 പ്രേതബാധ ഒഴിക്കണമെങ്കിൽ എത്ര ലക്ഷം കിട്ടുമെന്നുള്ള അറിയാം. പ്രേതബാധ ഒഴിവെന്നുള്ളത് അപ്പോൾ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ശരിക്കും ഉള്ളതാണ്. അത് ശരിക്കും നമുക്ക് നേർക്കാഴ്ചയിലൂടെ കാണാവുന്നതാണ്. അത് നമുക്ക് ശരിക്കും ഈ അനുമതിയില്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ ഒരുപാട് ദൂരത്തുനിന്ന് മാറ്റാൻ പറ്റാത്തതായിട്ട് ഉള്ള കേസ് വന്നിട്ട് ഞാൻ മാറ്റി വിടുന്നുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു. മിക്ക ദിവസം വരാറുണ്ട്. അതിനകത്ത് നമുക്ക് നേർക്കാഴ്ചകളിലൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ നേർക്കാഴ്ചകളിലൂടെ കാണാം. ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുമില്ല. അതൊക്കെ സിനിമകളിൽ മാത്രമേ ഉള്ളൂ. പ്രേതം കൊല്ലും പിടി. പക്ഷെ അവർ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ വേറൊരാൾ ഡ്രൈവ് ചെയ്യണമായിരിക്കും. ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നിവിൻ പോളിയുടെ ഒരു ലേറ്റസ്റ്റ് പടം ഇറങ്ങിയിട്ടുണ്ട്, സർവം മായ. അപ്പൊ അതിനകത്ത് പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ കൂടെ പ്രേതം പോരുന്നതായിട്ടാണ് ഒരു തീം. അപ്പൊ അങ്ങനെ റിയൽ ലൈഫിലും പറ്റൂ? തീർച്ചയായിട്ടും. അതായത് പ്രേതമല്ല നമ്മുടെ കൂടെ. നമ്മൾ എപ്പോഴും നമ്മുടെ ജനറേഷനിൽ തന്നെ തെറ്റാണത്. പ്രേതം എന്ന് വെച്ചാൽ ഒരാളുടെ ശരീരം മരണപ്പെട്ട് മരച്ചു കിടക്കുന്ന ആ ജഡത്തിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. ആത്മാവാണ് നമ്മുടെ കൂടെ വരുന്നത്. ഒരിക്കലും മരിച്ചു കിടക്കുന്ന ശവം വരികയില്ല. അത് അങ്ങനെ ഒരു സഞ്ചാരം ഇല്ല. അത് സിനിമയിലുള്ള ചിത്രീകരണത്തിൽ മാത്രമേ വരുള്ളൂ. അതായത് ഒരു നെഗറ്റീവാണ്. അതായത് ബ്ലൈൻഡായിട്ടാണ് വരുന്നത്. ബ്ലാക്ക് ആയിട്ട് വരുന്ന സാധനം നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കും. ചിലത് വൈറ്റ് ആയിരിക്കും. വൈറ്റ് എന്ന് പറഞ്ഞാൽ കാണാവുന്ന രീതിയിലല്ല. നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ സിഗരറ്റിൻ്റെ പുക ഇങ്ങനെ വട്ടത്തിൽ വിടുന്ന പോലെ തന്നെ, അതായത് ഇങ്ങനെ ഒരു മയം പോലെ ഇരിക്കും. അത് നമ്മുടെ ശരീരത്തേക്ക് കയറുമ്പോൾ ഒരു തണുപ്പ് അനുഭവപ്പെടും നമ്മുടെ ശരീരത്തിൽ. ചിലർ ചുമക്കും. അപ്പം ഈ ആത്മാവിന് ശക്തി ഉണ്ടോ ഒരാളെ നിയന്ത്രിക്കാനുള്ള? ഇപ്പൊ അഖിലിന്റെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അഖിലിന്റെ അഖിലിന് ചിലപ്പോൾ 60 കിലോ വെയിറ്റ് ഉണ്ടാവും. അഖിലിന് ചിലപ്പോൾ ഒരാൾ പിടിച്ചാൽ നിൽക്കുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു ബാധിച്ചിരിക്കുന്ന ആത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ 6 പേര് പിടിച്ചാലും നിൽക്കില്ല. അതെങ്ങനെയാണ്? അതിന് പവർ കൂടുതലാണ്. അത് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ഒരു 6-7 പേരുടെ ശക്തി രൂപീകരിക്കാൻ പറ്റും നമ്മുടെ ശരീരം. അവർ സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അവർ നമ്മൾ നോക്കിയിരുന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരനാണ് വന്നിരിക്കുന്നത് എന്ന് അവർക്ക് പറയാൻ പറ്റിയല്ല. ചിലപ്പോൾ സ്വന്തം കൂടപ്പുറപ്പായിരിക്കും. ഇപ്പോൾ അനിയനും ചേട്ടനും വന്ന് ചേട്ടൻ്റെ ഭാഗത്ത് പ്രേതബാധ കയറി അനിയൻ്റെ അടിക്ക് പറയും, നിന്നെ ഞാൻ കൊല്ലും, നീ എൻ്റെ അനിയനല്ല എന്നൊക്കെ സംസാരിക്കും. അങ്ങനെ നമ്മളവർക്ക് ഇതെന്താണ് ഇവരിങ്ങനെ സംസാരിക്കും. അറിയാൻ മേലാത്തവരെന്ത് ചെയ്യും? അല്ല, അങ്ങനെ കൊല്ലൂ. തീർച്ചയായിട്ടും വണ്ടി വരെ മറിച്ച സംഭവമുണ്ട്. വണ്ടി മറിച്ചിട്ടുണ്ട്, അപകടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ആക്സിഡൻറ്റ്, അതായത് ഈ ചില സംഘടനകൾ നടക്കാറില്ല, കവലകളിൽ ഇടി നടക്കാറ്, പരസ്പരം വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന്, അതായത് ഇത് ഈ നെഗറ്റീവ് എനർജി ഇവരുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ ഇവർ അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. സാധനങ്ങൾ തല്ലി പൊട്ടിച്ച് കളയുക. നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരുടെ കൈ കിട്ടുന്ന സാധനം വെച്ച് നമ്മളെ ആക്രമിക്കും. ആ സമയത്തുണ്ടാകുന്ന ആ സെക്കൻഡിലുണ്ടാകുമ്പോൾ ആ മുറിവിൽ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ നമ്മളെ കത്തി വെച്ചായിരിക്കും കുത്തുന്ന സമയത്ത് നമ്മൾ മരണപ്പെടും. ചിലപ്പോൾ നമുക്ക് കുത്ത് കിട്ടി ഓൾറെഡി മരണപ്പെടുകയാണ് വെച്ചു. ഈ ബ്ലഡ് വൊമിറ്റ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി, അതായത് ഇവരുടെ ശരീരത്തിൽ ഇവരുടെ സ്വഭാവം നഷ്ടപ്പെട്ടു, ഒതുങ്ങിക്കളയും. ഞങ്ങൾ പറയണ ഒതുങ്ങിക്കളയുക എന്ന് പറയണം, മറഞ്ഞിരിക്കുക, ഒതുങ്ങിക്കളയുക. പിന്നെ ഇവർ നേരിട്ട് എഴുന്നേൽക്കുമ്പോൾ സ്വന്തം സഹോദരനായിരിക്കും മരിച്ചു കിടക്കുന്നത്.
എങ്ങനെ സംഭവിച്ചെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റാതെ കുറ്റവാരോധനായിട്ട് ജയിൽവാസത്തിലേക്ക് പോകുന്നതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വരും. ഞാൻ കഴിഞ്ഞിടക്ക് തന്നെ നമ്മുടെ അടുക്കെ വന്നതാണ്. പുള്ളിക്ക് 65 വയസ്സുള്ള ഒരാളാണ്. പുള്ളി അയലോക്കത്തർക്കാണ്. പുള്ളി പറയുന്നത് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാൻ മേല. എൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കുത്തുവെച്ച് കൊടുത്തു. അതിപ്പോൾ ദേഷ്യം വരുമ്പോൾ ആരാണ് ചെയ്യുന്നതാണല്ലോ. ദേഷ്യം വരുമ്പോൾ ചെയ്യും, പക്ഷെ പുള്ളിക്ക് സ്വബോധം എവിടെയാണ് ബോധം പോയ എന്നുള്ളത് പുള്ളിക്ക് അറിയാൻ പറ്റിയില്ല. അതായത് ഇതിൽ പുള്ളി സങ്കടപ്പെട്ട് എൻ്റെ അടുക്ക് വന്ന് കരച്ചില്ല, എനിക്ക് അവിടെ പോകണം, അയാളെ കാണണം. അത് നമ്മുടെ അടുത്ത് തന്നെ ഇതുള്ളതാണ്. അതായത് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ഞാൻ പുള്ളിയായിട്ടിരുന്ന് പുള്ളിക്ക് ഉറക്കമില്ല, ഉറക്കമൊന്നും പറയണില്ല. അന്നേരം പുള്ളിക്ക് വേണ്ടത് നോക്കിയപ്പോൾ ഈ നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഞാൻ ഒഴിവ് ചെയ്ത് വേണ്ട പ്രൊട്ടക്ഷനായിട്ട് അവിടെ എഴുതി പുള്ളിക്ക് റിക്കവർ ചെയ്ത് പുള്ളിനെ വീട്ടിൽ വിട്ട് പുള്ളി സന്തോഷമായിട്ട് പോയി. അന്നേരം ഈ ചെറിയ ബാധാവിഷയം മതി ഒരാളെ കൊല്ലാനും. ചില വീടുകളിൽ ഇത് കലഹമാണ്, കുടുംബ വിഷയം, പരസ്പരം തമ്മിലടിയാണെന്നൊക്കെ പറയുന്ന വീട്ടിൽ ബാധാവിഷയം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും ചിന്തിക്കണതിന് മേളിലുള്ള ആൾക്കാരാണ് എത്തിപ്പെടുന്നത്. ഒരുപാട് ധനങ്ങൾ നഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഇതേപോലെ ഞാൻ പറഞ്ഞില്ല മഠങ്ങളെ കുറിച്ച്. നമ്മുടെ കൂടെയുള്ളവർ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്ക് അവർ ഇവിടെ വന്ന ചിലപ്പോൾ അവർക്കൊരു പൂ മേടിക്കാൻ ചിലപ്പോൾ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത്. അതാണ് ഏറ്റവും വലുത്. അതായത് ഒരു ദക്ഷിണ തരാൻ പോലും നിവൃത്തിയില്ലാതെ വരാണ്. ഞാൻ പറയുക ഒന്നും വേണ്ട, പോട്ടെ, ഒന്നും പ്രതീക്ഷിക്കണ്ട. ചിലവർ വിളിച്ചിട്ട് ചോദിക്കും നിങ്ങളുടെ ഫീസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആശാനപ്പം എന്നെ ഒരു മന്ത്രവാദിയായിട്ടാണ് കാണുന്നത്. മന്ത്രവാദിയായിട്ടല്ല, എന്നെ കൂടുതൽ കാണുന്ന ഒരു ശരിക്കും നല്ലൊരു സഹോദരൻ്റെ സ്ഥാനത്ത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നാറില്ല. എന്നെ വിളിക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനെ അത്രയും ഫ്രീഡമായിട്ടുള്ള, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് നമ്മളെ വിളിക്കാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാണ്. അവരുടെ കുടുംബജീവിതപരമായിട്ടൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന, വിവാഹം ചെയ്ത് പെട്ടുപോയി, അവരൊരു ചാട്ടത്തിൽ ചാടി, പെരുവഴിയിലായി, കുഞ്ഞുങ്ങളായി, നോക്കാനാളില്ല, അങ്ങനെയൊക്കെ വരുന്ന വിഷയങ്ങൾ. അതിലൊക്കെ നമുക്ക് കുറേയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. കുറേയൊക്കെ മാറ്റങ്ങൾ വന്ന് നല്ല ഉയരങ്ങളിൽ എത്തിയതായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ ദോഷങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന സ്ത്രീകൾ തന്നെ. അതായത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നാമം ജപിക്കാനായിട്ട് പോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ള സമൂഹം. ഹിന്ദു സമൂഹത്തിന് ഏറ്റവും വലിയതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് നാമം ജപിക്കാൻ പറയണേ അവർ ഫ്രീ ഫയർ കാണിച്ചു തരും. ഇപ്പോഴത്തെ സമയം കളയണ അങ്ങനെ. അതായത് നമുക്ക് നമ്മുടെ ആചാരങ്ങൾ കാവാചാരമാണത്. അതായത് ശരിക്കും നമ്മുടെ ഒരു പഴയ കാവില് വിളക്ക് വെച്ചാരാധന നടത്തി അവിടെ പ്രാർത്ഥനകളൊന്നുമില്ല, ദീപം തെളിയിച്ച് കാര്യം പറഞ്ഞ് നമ്മുടെ വിഷയങ്ങൾ നമുക്ക് നേരിട്ട് പറയാം. അതിന് ഇരിക്കാനുള്ളൊരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓരോ മഠങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്താളിച്ചു പോകും, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റാ. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി, അവിടെ ചുരിദാറിട്ട് കയറാൻ പാടില്ലെന്നാണ് പറഞ്ഞു. അത് ചുരിദാറിട്ട് കയറാൻ എൻ്റെ കൂടെ അല്ല, പുറത്തുനിന്ന് വന്ന ഒരു ഫാമിലിയിൽ ഒരാൾ ചുരിദാറിട്ടിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരും കുറച്ചാൾ മുമ്പ് വരെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഭഗവാന്റെ വേഷത്തിൽ അന്നേരം നമുക്ക് പറയണം ഭഗവാൻ ഇത് പാടില്ലെന്ന് പറഞ്ഞാൽ മുണ്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്താണ് അതൊന്നും ചെയ്യാത്തത്? ഓരോ ആചാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതായത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്ന അവർ ശരിക്കും ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുക, ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഈ തന്ത്രസ്ഥാനം മേടിക്കുക, തന്ത്രിമാരെന്നൊക്കെ പറയണ എന്ത് സംഭവിക്കുക? എന്ത് നേട്ടം ഒരു ക്ഷേത്രത്തിനൊക്കെ എന്ത് നേട്ടമാണ് ഉണ്ടാക്കി കൊടുക്കണേ ഇവർ? വല്ലതും ഉണ്ടാക്കണ്ട. ഇപ്പം മിനിഞ്ഞാന്നത്തെ പത്രത്തില ഞാൻ കണ്ട് കോടികളുടെ വരുമാനം ശബരിമലയ്ക്ക് 88-90 നട കാണിക്ക വന്നത്. ഒരു കാര്യമില്ല. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസത്തെ വരുമാനം മതി കേരളത്തിൻ്റെ പട്ടിണി മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? അതിന് മാത്രം വരുമാനം അവിടെയുണ്ട്. പക്ഷെ നമ്മുടെ തലമുറയിൽ ഈ പറയുന്ന താഴ്ന്ന ജാതി മേൽജാതി എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമാണത്.
ഈ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ ശബരിമല കട്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ആ തീർച്ചയായിട്ടും വെച്ച് കഴിഞ്ഞാൽ എന്തോരം ഇനി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എടുക്കാൻ പറ്റുന്നത്. ഇതിന് ഇനിയിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിനെ ഞാൻ പറഞ്ഞില്ലേ, തമിഴ്നാട് എന്ന് പറയുന്ന തമിഴര് അവർ പഴനിമല എന്തോരം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് നേര് കാണാം. നമുക്ക് എന്ത് ഐശ്വര്യപരമായിട്ടാണ് അവർ അത് കൊണ്ടുപോകുന്നത്. സാമ്പത്തികം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവിടുത്തെ വൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റും. അത് അവിടെ എന്ത് സാമ്പത്തികം വാങ്ങിക്കുന്നെന്നാ പറയുന്നത്. ശബരിമലയെ പോലെ എന്ത് അരവണക്കൊക്കെ 20 രൂപയുള്ളൂ, ഇവിടെയാണ് 100 അവിടെ ഭഗവാനെ കാണാൻ പൈസ കൊടുക്കണം. ഭഗവാനെ കാണാം. അത് ചെറിയ അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ്. അത് വേറെ ഒന്നുമല്ല. അവിടുത്തെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചിലവുകൾ ഉണ്ടാവും. വേറെ അവിടെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പിന്നെ ഈ പാലാഭിഷേകത്തിനൊക്കെ പുറത്ത് ഏജന്റുമാർ നിന്നിട്ടുള്ളൊരു ചെറിയ ഇതൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നത്, കൊള്ളയടിക്കണമൊന്നുമില്ല അവിടെ നിന്ന്. പിന്നെ അവിടെ ഈ മറ്റേ സ്വർണം മൂടിയ പരിപാടിയൊന്നും ഇല്ല. അതെ, എങ്കിൽ പോലും അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെ ഇവിടുന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെല്ലുന്നതല്ല. ശബരിമലയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കും. ശരിക്കും തമിഴന്മാരെ കിട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ തമിഴന്മാരാണെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് അടിച്ചു കുത്തിട്ടേനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയത്. ഞാൻ പറയുന്നത് ശബരിമല ഇപ്പോൾ ശബരിമലയിലെ ഓരോ ദിവസവും വരുന്ന വരുമാനങ്ങൾ ചാത്തനായിട്ടിരിക്കുന്ന മൂർത്തിഭാവം എന്തുകൊണ്ടാണ് ഇവർ മറച്ചു വെച്ചിരിക്കുന്നത് ബ്രാഹ്മണര്? ആശാന്റെ പല ഇന്റർവ്യൂകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ശബരിമലയിലെ അയ്യപ്പനാണ് ചാത്തനെന്ന്. അത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് പഴയ ആചാരപരമായിട്ട് ട്രൈബൽസ് വെച്ചാരാധന നടത്തിയിരുന്ന ചാത്തനും കാളിയും തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അത് അവരുടെ നിന്ന് പിടിച്ചെടുത്തതായിട്ടാണ് വരുന്നത്. അതായത് കയ്യൂക്കുള്ളവും കാര്യക്കാരും അങ്ങനെ നഷ്ടപ്പെട്ടു പോയത്. അതായത് ട്രൈബൽസിന്റെ ആദിവാസികളുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ. ഇതിപ്പോ ആശാൻ പറയുന്ന ബാക്കിയുള്ള സമൂഹം അംഗീകരിക്കുമോ? അംഗീകരിച്ച് വന്നുണ്ടല്ലോ. ഇത് കലിയുഗമാണ്. ഇത് മനസ്സിലാക്കി തുടങ്ങി. ഇത് എവിടെ തുടങ്ങി അവിടെ വരും. ഇത് പൊളിച്ചു തുടങ്ങിയില്ലേ ഇപ്പൊ കട്ടളവരെയും പൊളിച്ചു തുടങ്ങിയില്ലേ. ഇത് പഴയ രീതിയിലേക്ക് വരും. അന്നേരം അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും കേന്ദ്ര ഭരണപരമായിട്ടുള്ളതും കാര്യങ്ങളൊക്കെ വന്ന് അവർ പഴയ രീതിയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ശരി, അതേപോലെ ആകട്ടെ എന്ന് വിചാരിച്ച് വിഷ്ണുമായ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവിടെ ഒരു വേദി ഒരുക്കി തന്ന ട്രയോസ് പാർക്കിനും മാംഗോയ്ക്കും ഇവിടെ ഇരിക്കാൻ പറ്റിയ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച നിങ്ങൾക്കും മഠാധിപതിയുടെ കൊപ്പ്.